നമസ്കാരം. വീണ്ടും ഇടിമുറി വിവാദം. വേറെ ആരുടെയുമല്ല, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ വകയായി വീണ്ടും ഇടിമുറി തുറന്നിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു സിദ്ധാർത്ഥനെ മറക്കാൻ സമയമായിട്ടില്ല. പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇതുപോലെ ഒരു സംഘം SFI പ്രവർത്തകരുടെ നടുവിലിരുന്നു കൊണ്ട് വിയർത്ത് കുളിച്ച് മർദ്ദനത്തിന് വിധേയനായി ഒടുവിൽ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിച്ച ഒരു 21കാരനായ തിരുവനന്തപുരം സ്വദേശി, ഒരു വിദ്യാർത്ഥി. ഇതാണോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാകേണ്ടത്? SFIയുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊന്നും ഒരു അധികപ്പറ്റാവില്ല എന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, അനസ് എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ഇവരുടെ യൂണിറ്റ് ഓഫീസ് എന്ന് പറയില്ല, കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്ന ഒരു മുറിക്കുള്ളിലേക്ക് വലിച്ചു കയറ്റി ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അവശതയിലുള്ള അല്ലെങ്കിൽ ഇതില്ലാതെ പോയ കഴിവില്ലാത്ത അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ഷൂസ് ഇട്ട കാലുകൊണ്ട് ചവിട്ടി ഒടിക്കാൻ ശ്രമിച്ച നരാധമന്മാരായി SFIക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. അദ്ദേഹത്തിൻ്റെ കൊഴിഞ്ഞുപോയ കാലിലേക്കാണ് ചവിട്ടിയത്. ഈ കുട്ടിയുടെ അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല, ഈ കുട്ടിയുടെ, അനസ് എന്ന് പറയുന്ന കുട്ടിയുടെ. എന്ത് നീചമായ നിന്ദ്യമായ പ്രവൃത്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കത്തിക്കുത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്ന് ക്യാമ്പസിൻ്റെ നടുക്കായിരുന്നു ഈ SFIയുടെ ഇടിമുറി എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അന്ന് ചെയ്തത് ഒരു കത്തിക്കുത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഇത് ഒഴിപ്പിച്ചു. ക്യാമ്പസിൻ്റെ ഒത്ത നടുക്ക് SFIക്കാർ മദ്യവും ആയുധവും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മുറി. ആ മുറിയിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരികയും വിചാരണ ചെയ്യുകയും അവിടെയിട്ട് അതിക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന SFI. ഇപ്പോഴും പലർക്കും ഭയമാണ് SFIയെ. SFIക്കാരാണ് എല്ലായിടവും തീർപ്പ് കൽപ്പിക്കുന്നത്, അവരുടെ കയ്യിലാണ് നിയമം ഇരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു വിദ്യാർത്ഥിനിയെ, KSUക്കാരിയായ ഒരു വിദ്യാർത്ഥിനിയെ കയ്യേറ്റം ചെയ്തു, മർദ്ദിച്ചു. ഏതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ് തോന്നുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് പോലെ ഒരു കോളേജിലേക്ക് കയറി ചെല്ലാൻ ഇന്ന് പലർക്കും മടിയാണ്, ഭയമാണ്. മടിയല്ല, ഭയമാണ്. അന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരാളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫറെ ക്യാമ്പസിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അയാൾ കുറച്ച് ചിത്രങ്ങൾ എടുത്തു. അതാണ് അവരെ പ്രകോപിതരാക്കിയത്. അത് നോക്കിയപ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾ വരുന്നു തങ്ങളുടെ ക്യാമ്പസിൽ തങ്ങളുടെ അനുമതി കൂടാതെ. പിന്നെ ഈ യൂണിവേഴ്സിറ്റി കോളേജ് അടക്കി ഭരിക്കുന്നത് അവരല്ലേ. അവരാണല്ലോ ഈ നാട്ടിൽ നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുന്ന് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന ഗുണ്ടകളല്ലേ അവർ. കാര്യം എന്താ, ഇവർക്കൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇവരുടെയൊക്കെ തന്നെയുമല്ല, ഇവരെയൊക്കെ എടുത്തുയർത്തിക്കൊണ്ട് നടക്കാൻ, ഇവരെയൊക്കെ കൈപിടിച്ച് കൊണ്ട് നടക്കാൻ ഒരു രാഷ്ട്രീയക്കാർ തങ്ങളുടെ പിന്നാലെയുണ്ട് എന്നുള്ള ഒരു കരുതലാണ്, ഒരു തോന്നലാണ് ഇവർക്കുള്ളത്. അതിൻ്റെ പുറത്ത് സിദ്ധാർത്ഥനെ പോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ ചവിട്ടിയും ഇടിച്ചും തൊഴിച്ചും ആൾക്കൂട്ട വിചാരണ നടത്തിയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാം. അനസിനെ പോലെ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ കാലിൽ ചവിട്ടി ഒടിക്കാം. ആര് ചോദിക്കാൻ? കാരണം എന്താ? നിയമം അവരോടൊപ്പമാണ്. അവർ വലിയ രാഷ്ട്രീയക്കാരാണ്. അതോടൊപ്പം ആ കൂട്ടത്തിൽ ഈ SFIക്കാരെന്ന് പറയുന്ന അയാളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്കാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനാണ് അദ്ദേഹം, ആ കുട്ടി. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള പണവും പവറും രാഷ്ട്രീയത്തിൻ്റെ ശക്തിയും രാഷ്ട്രീയത്തിൻ്റെ പിൻബലവും ഒക്കെ ഉള്ളവർ ക്യാമ്പസുകളിൽ കിടന്ന് നടമാടുന്നത് കണ്ടിട്ടും മിണ്ടാതിരിക്കേണ്ടി വരുന്ന ഒരു ഭരണ സംവിധാനം നമുക്കുണ്ട്. ഇതിനെയൊക്കെ എവിടെയെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പണി കിട്ടിയോ? ഇല്ല. അപ്പോൾ ഈ പുതിയ കുട്ടികൾ അവിടെ വരുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കണം. അതായത് യൂണിയൻ ഓഫീസ് എന്നും പറയേണ്ട ഒരു ഓഫീസ് തുറന്നു വെച്ചിട്ടുണ്ട്. അത് ഓഫീസിനടുത്ത് അവിടെ തന്നെയാണ് ഈ പറയുന്ന ഇടിമുറി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതെന്താ, ഗുണ്ടായിസമാണോ കോളേജുകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് SFI? വിമർശിക്കുമ്പോൾ അതിനെതിരെ പടവാളെടുത്തിട്ടോ വിമർശിക്കുന്നവരെ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് നിരത്തിപ്പിടിച്ച് തെറിയെഴുതിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇവിടെ കിടന്നുകൊണ്ട് മുറവിൽ കൂട്ടുന്നവരെ അല്ലെങ്കിൽ എതിർക്കുന്നവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രോശിക്കുകയും അടിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുള്ളത് ഇഡിയറ്റ്സ് അല്ലെങ്കിൽ റാസ്കൽസ് എന്ന് വിളിച്ചിട്ടുള്ളതിന് കാരണം അതാണ്. അത് തന്നെയാണ് കാരണം. അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാർ ഈ പറയുന്ന അക്രമ രാഷ്ട്രീയം കോളേജുകളിൽ വെച്ചു പൊറുപ്പിക്കുന്ന ഈ SFIക്കാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കുട്ടിയോട് ചെയ്ത അല്ലെങ്കിൽ സഹപാഠിയോട് ചെയ്ത, അങ്ങനെയാണ് കരുതാൻ, ഒരു സഹപാഠിയോട് ചെയ്ത കൊടും ക്രൂരത. വയ്യാത്ത കാലിൽ ഷൂസ് ഇട്ട് ചവിട്ടുക,
ആക്രോശിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുക, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാൻ ഇതെന്താ കേരളമല്ലേ? ഇതൊക്കെ വെള്ളരിക്കപട്ടണമല്ലോ ആണോ? വേറെ ഏതെങ്കിലും നാടാണോ ഇത്? അതും ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന്റെ തുമ്പിലാണ് ഈ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്ത് നടന്ന അതിക്രമമാണ്, ക്രൂരതയാണ് SFIക്കാർ നടത്തിയത്. എന്നിട്ടും ഇവരൊക്കെ ഇനിയിപ്പോൾ കുറച്ചു കാലം ഇത് ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുമായിരിക്കും. ഭിന്നശേഷി സംരക്ഷണ നിയമപ്രകാരം 92A-യും 92B-യും വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു വഴിക്ക് അങ്ങ് പോകും. ഈ കുട്ടിക്ക് കിട്ടിയത് കിട്ടി, മേടിച്ചു കൂട്ടി കൊണ്ടുവന്ന് മർദ്ദിക്കുകയാണ്. അവർക്കാണല്ലോ അതിൻ്റെ അവകാശം. കോളേജ് ക്യാമ്പസ് അവരുടേതാണ് എന്നാണ് അവരുടെ ചിന്ത. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. ഇവരുടെ അനുമതിയോടുകൂടിയേ അവിടെ എന്തും നടത്താൻ പാടുള്ളൂ. SFIക്കാരുടെ കാൽച്ചുവട്ടിൽ പോയി കിടന്ന് മാപ്പ് അപേക്ഷിക്കണം, അല്ലെങ്കിൽ അപേക്ഷയുമായി അവരുടെയൊക്കെ പിന്നാലെ നടക്കണം. അവിടുത്തെ യൂണിയൻ സെക്രട്ടറി അടക്കം പിന്നാലെ നടന്നാൽ അവർ പറയാം ചെയ്തോളൂ എന്ന് അവരുടെ അനുമതി കിട്ടിയാൽ മാത്രമേ ആ ക്യാമ്പസിൽ എന്തൊരു കരിയില പോലും അനങ്ങും. അതാണ് ഗുണ്ടായിസം എന്ന് പറഞ്ഞാൽ. അല്ല, അത് ആരെയും ഒരു ഫാസിസം എന്ന് വേണമെങ്കിൽ പറയാം. ഫാസിസത്തിനെതിരെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും മുറവിളി കൂട്ടുന്ന SFIക്കാർ നടത്തുന്ന കൊടും ക്രൂരതയാണിത്. അതാണ് യഥാർത്ഥ ഫാസിസം. കോളേജുകൾ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന ഇത്തരത്തിലുള്ള ഫാസിസത്തെയാണ് അവസാനിപ്പിക്കേണ്ടത്, അക്രമ രാഷ്ട്രീയത്തെയാണ് അവസാനിപ്പിക്കേണ്ടത്. ഈ പറയുന്ന പലരും ഇന്ന് SFIയിലൂടെ തന്നെ കയറി വന്നിട്ടുള്ള നേതാക്കന്മാരാണ്. ഇന്ന് പല മന്ത്രിമാരും നമുക്കറിയാം. പക്ഷേ അന്ന് കണ്ട ഒരു കോളേജ് രാഷ്ട്രീയമല്ല ഇന്നുള്ളത്. ഇന്ന് ലഹരിക്കടിമകളായ ഒരു പറ്റം ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ഈ SFIക്കാർ തന്നെ ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ക്യാമ്പസിനെ ഞങ്ങൾ ലഹരി വിമുക്തമാക്കും. ഈ ക്യാമ്പസിനുള്ളിൽ ഇടിമുറിക്കുള്ളിൽ നിന്ന് മദ്യക്കുപ്പികൾ അടക്കം പെറുക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായ ഒരു സ്ഥലമാണിത്. പെണ്ണെന്നോ ആണെന്നോ വ്യത്യാസമില്ലാതെ തനിക്കെതിരെ നിൽക്കുന്ന ആർക്ക് നേരെയും കൈ ഉയർത്തുന്ന രാഷ്ട്രീയമായി SFIയുടെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇക്കണക്കിന് ചിന്തിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള പോക്ക് ഏത് രീതിയിലായിരിക്കും? കാര്യം ഇവരൊക്കെ നോർമൽ ബുദ്ധിയിൽ നടക്കുന്നവരല്ല. ഒന്ന്, രാഷ്ട്രീയത്തിൻ്റെ നെഗളിപ്പുണ്ട്. ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ള നെഗളിപ്പ്. എന്തു വന്നാലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ടെന്നും ഞങ്ങളുടെ പാർട്ടിക്കാരുണ്ടെന്നുമുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. ആ ഒരു തോന്നലിൻ്റെ പുറത്ത് മദ്യപിച്ച് ലക്ക് കെട്ടും അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും ക്യാമ്പസിനുള്ളിൽ തേരോട്ടം നടത്തുക, തങ്ങളുടേതാണ് ഈ സാമ്രാജ്യം എന്നുള്ള നിലയിൽ. ഇതാണ് വൃത്തികേട് അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം. യഥാർത്ഥ ഫാസിസം നടമാടുന്നത് കാണണമെങ്കിൽ ഇത്തരത്തിൽ SFIക്കാർക്ക് ഭരിക്കുന്ന കോളേജുകളിലേക്ക് പോകണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം നിലനിൽക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക് അവിടെ യാതൊരു പ്രാതിനിധ്യവും ഇല്ല. തെരഞ്ഞെടുപ്പ് പോലും നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെയെല്ലാം കുളമാക്കി മാറ്റാൻ, അതിനെയെല്ലാം ഒരു തരത്തിൽ പറയാം, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും അട്ടിമറിക്കാൻ വരെ ശേഷിയുള്ള ആളുകളായി SFIക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മളുടെ ഇനിയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയായിരിക്കും. ഇനി SFI മാറേണ്ടതുണ്ട്. SFIയെ മാറ്റിയെടുക്കാൻ ഇന്ന് നിലവിലിരിക്കുന്ന സർക്കാരിന് കഴിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിക്ക് കഴിയണം വിദ്യാർത്ഥി നേതാക്കളെ അല്ലെങ്കിൽ കുട്ടി നേതാക്കന്മാരെ, കുട്ടി സഹാക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ. അവർക്ക് പറ്റിയാൽ കൂച്ചുവിലങ്ങിടാനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ നേതൃത്വം കാണിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കോളേജ് ക്യാമ്പസുകൾ കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കും. അതിൽ SFIക്കാർ ഓരോരുത്തരായി ഒന്നൊന്നായി പ്രതികളായി ചേർക്കപ്പെടുന്നതെന്ന് നോക്കി കൈകെട്ടി നോക്കി നിൽക്കേണ്ടി വരും. അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇത് ആദ്യമൊന്നുമല്ല യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഉണ്ടാകുന്നത്. നിരവധി സംഭവങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അവസാനം നമുക്കറിയാവുന്ന ഒരു സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു, കൊന്നു കെട്ടിത്തൂക്കി എന്ന് വരെയാണ് പറയുന്നത്. എന്നിട്ടോ ഈ കോളേജ് അധികാരികൾ ഇവർക്കെല്ലാം വേണ്ടി മൗനസമ്മതം നൽകുന്നു. ഇവരെ ഭയന്ന് കോളേജിലെ അധ്യാപകരും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഇവരുടെ പിണിയാളുകളായി മാറി നിൽക്കുന്നു. കാര്യം അത്രത്തോളം ശക്തമാണ് ഇവരുടെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം, അല്ലെങ്കിൽ അത്രത്തോളം ശക്തമാണ് ഇവരുടെ ഇടപെടലുകൾ, അത്രത്തോളം ഫാസിസമാണ് ഇന്ന് SFI ക്യാമ്പസുകളിൽ നടത്തിപ്പോരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.